ഓക്കെ, നമ്മളെ EWPയിലെ അടുത്ത എക്സ്പെരിമെൻ്റ് ആണെന്ത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞൊരു വർക്കാണ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒന്നുമില്ല, എന്ത് ചെയ്യുക, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പാർട്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഫോർവേഡും റിവേഴ്സ് ഡയറക്ഷനും റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇത്രയാണ് നമ്മളടുത്ത് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ പതിനാലാമത്തെ വർക്കാണ്. ഇതിലെന്താ പറയുന്നത്, വർക്കിൻ്റെ പേരാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്താണെന്ന് അറിയുക, അതിനെ നമുക്ക് എന്ത് ചെയ്യുക, ഫോർവേഡ് അതായത് റിവേഴ്സ് ഡയറക്ഷനിൽ റൺ ചെയ്യിക്കുക, അതിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ നമുക്ക് എയിമിൽ എന്താ പറയുന്നത് വെച്ചാൽ ടു ഐഡൻറ്റിഫൈ ദ ടെർമിനൽ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് റൺ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ. ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് തന്നെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടെർമിനൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡും റിവേഴ്സ് ഡയറക്ഷനിലും റൺ ചെയ്യിക്കുക. അപ്പോൾ അതാണ് നമ്മളെ വർക്ക് ചെയ്യാനുള്ളത്. ജസ്റ്റ് നമുക്ക് എന്ത് അപ്പാറ്റേഴ്സ് ഉണ്ട്, അപ്പാറ്റേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് നോക്കാം. ആവശ്യമുള്ള നോക്കണ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സർക്യൂട്ടിലേക്ക് പോവാം. സർക്യൂട്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാറ്റേഴ്സ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സർക്യൂട്ട് വരുന്നത്. ഫോർവേഡ് ഡയറക്ഷൻ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, റിവേഴ്സ് ഡയറക്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിലെ സർക്യൂട്ട് നോക്കാം. നമ്മൾ സിംഗിൾ ഫേസ് AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ എന്ത് ചെയ്തിട്ട് വോൾട്ടിമീറ്റർ കൊടുത്തിട്ടുണ്ട്. വോൾട്ടിമീറ്റർ ആണ് നമ്മളെ ഇൻപുട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ. പിന്നെ ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്, അതിൽ ആംബിയർ മെഷർ ചെയ്യാൻ. ഇതാണ് നമ്മളെ എന്ത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പാർട്സാണ്, ഇൻഡക്ഷൻ മോട്ടറാണിത്. അതിലേക്ക് നമ്മൾ ഒരു വോൾട്ടിമീറ്ററും അമ്മീറ്ററാണ് കൊടുക്കുന്നത്. ഇതിൽ A1 ഉം A2 F1 Z1 Z2 ആയിട്ടാണ് കണക്ട് ചെയ്ത് നിങ്ങൾ ഫിഗറിൽ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് ഫോർവേഡ് ഡയറക്ഷൻ്റെ ഫിഗറാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ഡയറക്ഷൻ നോക്കാം. റിവേഴ്സ് ഡയറക്ഷൻ വരുമ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് എന്ത് അതേപോലെ സിംഗിൾ ഫേസ് സപ്ലൈ തന്നെയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ എന്തുണ്ട്, ഇതിൽ ചെറിയൊരു വ്യത്യാസം എഴുതുന്നുള്ളൂ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഈ A1 A2 നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്ത്. മുന്നത്തെ നമ്മൾ A1 ഫേസിനും A2 ന്യൂട്രലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരെ റിട്ടേൺ ആക്കി കണക്ട് ചെയ്യുക, റിവേഴ്സായി കണക്ട് ചെയ്യുക. A2 ഫേസിനും A1 ന്യൂട്രലുമായി കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇതിലൊന്നുണ്ട്, നമുക്കൊരു വോൾട്ടിമീറ്ററും ഉണ്ട്, അമ്മീറ്ററും ഉണ്ട്, വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാൻ. ജസ്റ്റ് ഒന്നുമില്ല, റിവേഴ്സ് ഡയറക്ഷനിലാകുമ്പോൾ എന്ത് ചെയ്യുക, A1 A2 റിവേഴ്സായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ സർക്യൂട്ടിൽ വരുന്ന സാധനങ്ങൾ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അപ്പാരറ്റസ് നോക്കാം. അപ്പാരറ്റസിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് എന്താണ്, ഒരു വോൾട്ടിമീറ്റർ വരുന്നുണ്ട്. സിംഗിൾ ഫേസ് AC ആയതുകൊണ്ട് MI ടൈപ്പാണ്. 0 to 300 വോൾട്ടാണ്. AC ആയതുകൊണ്ട് സപ്പോസ് 0 to 300 വോൾട്ട്. ആംബിയർ മെഷർ ചെയ്യാൻ 0 to 10 ആംബിയറിൻ്റെ ഒരു അമ്മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. MI ടൈപ്പ് ഒരു വോൾട്ടിമീറ്ററും ഒരു അമ്മീറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ അതേപോലെ റിവേഴ്സ് ഡയറക്ഷനാണ് എന്ത് ചെയ്യും, അതേപോലെ തന്നെ ഒരു MI വോൾട്ടിമീറ്റർ 300 യൂസ് ചെയ്യുന്നുണ്ട്. 0 to 300 ഒന്നും, അതേപോലെ ഒരു അമ്മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. 0 to 10 ആംബിയറും ഒരു ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തിയറിയിലേക്കും ഇതിൻ്റെ വർക്കിങ്ങിലേക്കും പോവാം. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റാണ് ഈ ഇൻഡക്ഷൻ മോട്ടോറിനെ കണ്ടക്ട് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ ഫോർവേഡ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കണം, പിന്നെ റിവേഴ്സ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ തിയറിയിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് സർക്യൂട്ടിലോട്ട് വീണ്ടും വരാം. അപ്പോൾ തിയറി പറയുന്നത് പ്രകാരം stator of single phase induction motor consists of 2 set of winding. One winding is called main winding or running winding, while the second winding is called auxiliary winding or stationary winding. The phase difference in the current in the two winding produce starting torque. അപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ 2 സെറ്റ് ഓഫ് വൈൻഡിങ് വെച്ചിട്ടാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മെയിൻ വൈൻഡിങ്ങും പിന്നൊന്ന് റണ്ണിങ് ഓക്സിലറി വൈൻഡിങ്. അങ്ങനെ 2 സെറ്റ് ഓഫ് വൈൻഡിങ് ഉണ്ടായിരിക്കും അതിൻ്റെ സ്റ്റേറ്ററിൽ എന്നാണ് പറയുന്നത്. പിന്നെ എ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ സീരീസ് വിത്ത് ദ കപ്പാസിറ്റർ സ്റ്റാർട്ടിങ് വൈൻഡിങ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും ഒരു കപ്പാസിറ്ററും കൊടുക്കും. ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ദ സ്റ്റാർട്ടിങ് വൈൻഡിങ് വെൻ ദ മോട്ടോർ അറ്റൈൻ 75% ഓഫ് ഇറ്റ്സ് നോർമൽ സ്പീഡ്. അപ്പോൾ 75% സ്പീഡ്, നോർമൽ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റർ ഡിസ്കണക്റ്റ് ആവും. എങ്ങനെയാണ്, കാരണം നമ്മളൊരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് അതിൽ സീരീസ് ആയിട്ട്
കൊടുത്തിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് നോൺ ആസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടോറിനെ നമ്മൾ എന്ത് മോട്ടോർ എന്നാണ് പറയുന്നത്? കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഓൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി ചേഞ്ച് എയ്തർ ബൈ ചേഞ്ചിങ് കറൻറ്റ് ത്രൂ ദ റണ്ണിങ് വൈൻഡിങ് ഓർ സ്റ്റാർട്ടിങ് വൈൻഡിങ്. അപ്പം നമ്മുടെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് സർക്യൂട്ടിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർവേഡ് ഡയറക്ഷനിൽ കൊടുത്തുള്ള സർക്യൂട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിംഗിൾ ഫേസ് സപ്ലൈ എടുത്തിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു 0 to 300 വോൾട്ട് MI ടൈപ്പ് വോൾട്ട് മീറ്ററാണ്. പിന്നെ ഫേസിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്. അമ്മീറ്ററിൻ്റെ ഒരു എൻഡ് നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ളത്? സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലാണെന്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ A1 A2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതേ ടെർമിനലിൽ നിന്ന് തന്നെ ഒരു സ്വിച്ചിലേക്കാണ് പോകുന്നത്. ഈ സ്വിച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ആ സ്വിച്ചിൻ്റെ അടുത്ത ടെർമിനൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കപ്പാസിറ്ററിലോട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ അടുത്ത എൻഡ് നമ്മുടെ റണ്ണിങ് വൈൻഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ഓക്സിലറി വൈൻഡിങ് അതിൻ്റെ ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടെർമിനൽ അടുത്ത എൻഡ് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ അടുത്ത എൻഡ് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ മെയിൻ വൈൻഡിങ്ങിൻ്റെ ഒരു എൻഡ്, അതായത് ഇത് രണ്ടിൻ്റെയും കോമൺ എൻഡ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂട്രലിലേക്ക് തിരിച്ച് സപ്ലൈ പോയിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ് അല്ലെങ്കിൽ റണ്ണിങ് വൈൻഡിങ്, ഈ രണ്ട് വൈൻഡിങ്ങും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടറുണ്ട്, ഷെയ്ഡഡ് പോൾ മോട്ടറുണ്ട്, റിപ്പൽഷൻ മോട്ടോറുണ്ട്. ഒരുപാട് ടൈപ്പ് മോട്ടോറുകളുണ്ട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്ററിൽ 3 ഫേസ് വൈൻഡിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ ഫേസിനും RYB, ഓരോ 3 ഫേസിനും ഉള്ള 3 വൈൻഡിങ് ഉണ്ടായിരിക്കും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്. അപ്പോൾ അതെന്താണ്? 3 ഫേസും 3 ഡിഫറെൻറ്റ് ഫേസിലായതുകൊണ്ട് അതിന് സെൽഫ് സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് എന്തായിരിക്കില്ല? സെൽഫ് സ്റ്റാർട്ടിങ് ഇല്ല. കാരണം എന്താണ്? അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഒരൊറ്റ വൈൻഡിങ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ എന്തുണ്ടാവില്ല? ഒരൊറ്റ വൈൻഡിങ് ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ എന്ത് ചെയ്യുക? ആ റൊട്ടേഷനുള്ള ടോർക്ക് എന്ത് ചെയ്യുള്ളൂ? റോട്ടോറിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റോട്ടറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോട്ടറിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്റ്റേറ്റർ ഒരു ഫേസ് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഫേസ് ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റണ്ണിങ് വൈൻഡിങ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് വൈൻഡിങ് അഥവാ ഓക്സിലറി വൈൻഡിങ് എന്ന ഈ വൈൻഡിങ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ റോട്ടറിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ് നമ്മുടെ സ്റ്റേറ്ററിലൊരു ഫേസ് ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു സിംഗിൾ ഫേസ് വൈൻഡിങ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ഒരൊറ്റ വൈൻഡിങ് മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ഇതിനൊരു ഫേസ് ഡിഫറൻസ് കിട്ടില്ല.
ഓക്കെ, ഇനി എങ്ങനെയാണ് ആ ഫേസ് ഡിഫറൻസ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ സപ്ലൈ എന്താണ് ഡയറക്റ്റായിട്ട് എന്ത് വരുന്നുണ്ട്, നമ്മുടെ റണ്ണിങ് വൈൻഡിങ്ങിലേക്ക് വരുന്നുണ്ട്. അതായത് മെയിൻ വൈൻഡിങ്ങിലോട്ട് സപ്ലൈ ഡയറക്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിലോട്ട് ഒരു കപ്പാസിറ്റർ വഴിയാണെന്ത്, ഒരു കപ്പാസിറ്ററും ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും വഴിയാണെന്ത് നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ് ഓർ ഓക്സിലറി വൈൻഡിങ്ങിലോട്ട് സപ്ലൈ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് ഇപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അതായത് നമ്മൾ സപ്ലൈ ഓണാക്കി ആ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാത്ത ഫസ്റ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് മോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഓക്കെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സപ്ലൈ ഓണായി കഴിഞ്ഞാൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന ഒരു കണ്ടീഷൻ, അതായത് റൊട്ടേറ്റ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളൊരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇവിടെ നമ്മുടെ മെയിൻ വൈൻഡിങ്ങിലെ സപ്ലൈ കറൻറ്റ് IM ആണെന്ന് വിചാരിക്കുക, ഓക്സിലറി വൈൻഡിങ്ങിലെ കറൻറ്റ് IA ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ നമ്മുടെ മെയിൻ വൈൻഡിങ്ങിലെ IM എന്ന് പറയുന്ന കറൻറ്റിനെ ലീഡ് ചെയ്തിട്ടായിരിക്കും IA എന്ന് പറയുന്ന കറൻറ്റ് ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഓക്സിലറി വൈൻഡിങ്, അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലെ കറൻറ്റ് എന്ത് ചെയ്യും, മെയിൻ വൈൻഡിങ്ങിലെ കറൻറ്റിനെ ലീഡ് ചെയ്യും. ആ ലീഡ് ചെയ്യാൻ കാരണം എന്താണ്, നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു കപ്പാസിറ്റർ കൊടുത്തത് കൊണ്ടാണ് എന്ത് ഇങ്ങനൊരു ഫേസ് ഡിഫറൻസ് വന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് ഡിഫറൻസ് കാരണം നമുക്കെന്ത് കിട്ടും, നമ്മുടെ റോട്ടറിന് ഒരു ടോർക്ക് കിട്ടും. ആ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് റോട്ടർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഈ ഒരു ഫേസ് ഡിഫറൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 75% സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർക്യൂട്ടിൽ എന്തുണ്ടാവില്ല, മെയിൻ വൈൻഡിങ്ങും ഉണ്ടായിരിക്കില്ല, ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കില്ല, നമ്മുടെ കപ്പാസിറ്ററും നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മുടെ റോട്ടറിന് ആവശ്യമുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്, റണ്ണിങ് വൈൻഡിങ് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതായത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, ഓക്സിലറി വൈൻഡിങ്ങിൻ്റെ പ്രസൻസ് നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോർവേഡ് ഡയറക്ഷനും റിവേഴ്സ് ഡയറക്ഷനും എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിൽ ഫോർവേഡ് ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ അമ്മീറ്ററിൽ നിന്നുള്ള സപ്ലൈ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, A1 എന്ന് പറയുന്ന ടെർമിനലിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് മെയിൻ വൈൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ A1 എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, A1-ൽ നിന്ന് A2-ലോട്ട് ആയിരിക്കും. A1-ൽ നിന്ന് A2-ലോട്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ റൊട്ടേഷൻ എന്ത് ചെയ്യണം, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം, റൊട്ടേഷൻ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ അമ്മീറ്ററിൽ നിന്നുള്ള കണക്ഷൻ നമ്മളെവിടെ കൊടുക്കും, A2 എന്ന് പറയുന്ന ടെർമിനലിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ A2 എന്ന് പറയുന്ന ടെർമിനലിൽ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ വൈൻഡിങ് ഓർ റണ്ണിങ് വൈൻഡിങ്ങിലെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, A2-വിൽ നിന്ന് A1-ലോട്ടായി മാറും. അതായത് കറൻറ്റിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞു. അപ്പോൾ നമ്മൾ റോട്ടറിൻ്റെ റൊട്ടേഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ഡയറക്ഷൻ ആയിരിക്കും. അത് നേരത്തെ എങ്ങനെയാണോ കറങ്ങിയത്, അതായത് A1-ൽ നിന്ന് A2-ലോട്ട് കൊടുത്തപ്പോൾ എങ്ങനെയാണോ കറങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും A2-വിൽ നിന്ന് A1-ലോട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എന്തൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് ആവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്തല്ല, ഒരിക്കലും സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അത് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഓക്സിലറി വൈൻഡിങ് ഓർ സ്റ്റാർട്ടിങ് വൈൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു.
ഓക്കെ, പിന്നെ അതിന് എങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റ് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ടെർമിനൽസ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ മെയിൻ വൈൻഡിങ്ങും നമുക്കറിയാം സ്റ്റേറ്റർ എന്തൊക്കെ 2 വൈൻഡിങ് കൊണ്ട് കൺസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്ന് മെയിൻ വൈൻഡിങ് ഓർ റണ്ണിങ് വൈൻഡിങ്, അടുത്തത് ഓക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്. നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, അതായത് NS എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്തിനായിട്ട്? മെയിൻ വൈൻഡിങ്ങിനേക്കാൾ കൂടുതൽ. അതായത് മെയിൻ വൈൻഡിങ്ങിൽ 100 ടേൺസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ 150 ടേൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, എക്സാക്ട് നമ്പേഴ്സ് ഇങ്ങനെ ആയിരിക്കില്ല. അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ 150 ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ വൈൻഡിങ്ങിൽ 100 ടേൺസ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം എവിടെയാണ് കൂടുതൽ? സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. എന്തിനപേക്ഷിച്ച്? മെയിൻ വൈൻഡിങ്ങിനെ അപേക്ഷിച്ച് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ വൈൻഡിങ്ങിനേക്കാൾ തിക്നെസ് കുറവായിരിക്കും എന്ത്? സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ തിക്നെസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അത് കാരണം എന്താണ്? റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ തിക്നെസ് എന്താണ്? മെയിൻ വൈൻഡിങ്ങിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പം നമ്മളിതിൻ്റെ നമുക്കറിയാം ഒരു എൻഡ് എന്താണ്? കോമൺ എൻഡാണ്. അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങിൻ്റെയും ഒരു എൻഡ് എന്താണ്? കോമൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടിന്യൂറ്റി ടെസ്റ്റ് വഴി ഇതിൻ്റെ കോമൺ ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂറ്റി ടെസ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിൻ്റെ കോമൺ എൻഡ് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം ആ കോമൺ എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വൈൻഡിങ്ങിൻ്റെയും റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ ഏത് വൈൻഡിങ്ങിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ആ റെസിസ്റ്റൻസ് കൂടുതലുള്ള വൈൻഡിങ് ആയിരിക്കും എന്ത്? സ്റ്റാർട്ടിങ് വൈൻഡിങ് ഓർ ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് കുറവുള്ള വൈൻഡിങ് ആയിരിക്കും എന്ത്? നമ്മുടെ മെയിൻ വൈൻഡിങ് ഓർ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് മെഷർമെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ വൈൻഡിങ് ഏതാ, റണ്ണിങ് വൈൻഡിങ് ഏതാന്ന് സ്റ്റാർട്ടിങ് വൈൻഡിങ് ഏതാ, റണ്ണിങ് വൈൻഡിങ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി എങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഫോർവേഡ് ഡയറക്ഷനിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സർക്യൂട്ട് പ്രകാരം നമ്മൾ സപ്ലൈ കൊടുക്കും. അതിനുശേഷം മോട്ടർ ഓൺ ചെയ്യും. ഒരു DPST സ്വിച്ച് ഉണ്ട്, അത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോട്ടർ ഓൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. പിന്നെ വീണ്ടും എന്ത് ചെയ്യുക? മെയിൻ വൈൻഡിങ്ങിലെ കണക്ഷൻസ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഡയറക്ഷൻ മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഈ വർക്കിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? കണക്ഷൻ ആർ മേഡ് ആസ് പെർ ദ സർക്യൂട്ട് ഡയഗ്രാമിലുള്ള പോലെ നമ്മൾ കണക്ഷൻ ചെയ്തു. സ്വിച്ച് ഓൺ ദ സപ്ലൈ ആൻഡ് നോട്ട് ദ വോൾട്ടിമീറ്റർ അമ്മീറ്റർ റീഡിങ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ സ്വിച്ച് സപ്ലൈ ഓണാക്കിയതിന് ശേഷം അതിൽ ഇൻപുട്ടുള്ള വോൾട്ടേജ് നോക്കി, അതിൽ അമ്മീറ്ററിലെ കറണ്ട് നോക്കി, പിന്നെ എന്താ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നോക്കി. പിന്നെ എന്ത് ചെയ്യുക? അടുത്ത 3 സ്റ്റെപ്പാണ് ഡിസ്കണക്ട് ദ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തു.
നാലാമത്തെ പറയുന്നത് എന്താ, സ്വിച്ച് ഓൺ ദ സപ്ലൈ ആഫ്റ്റർ റിവേഴ്സിങ് ദ കണക്ഷൻ ഓഫ് മെയിൻ വൈൻഡിങ് ആൻഡ് നോട്ട് ദ വോൾട്ടിമീറ്റർ അമ്മീറ്റർ റീഡിങ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. അതിൽ പറയുന്നത് നമ്മൾ സപ്ലൈ ഓഫ് ആക്കിയിട്ടുണ്ട്, പിന്നെന്താ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മൾ കണക്ഷൻ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലുള്ള വോൾട്ടിമീറ്ററും അമ്മീറ്റർ റീഡിങ് നോട്ട് ചെയ്തു, പിന്നെന്താ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും നോട്ട് ചെയ്തു, പിന്നെന്താ ഡിസ്കണക്ട് സപ്ലൈ ആൻഡ് ഡിസ്കണക്ട് ദ എക്യുപ്മെൻറ്റ് ഒക്കെ ഡിസ്കണക്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ജസ്റ്റ് നോക്കാം. സ്വിച്ച് ഓൺ ദ സ്വിച്ച് എന്താ കണക്ഷൻ മെയ്ഡ് ആസ് പെർ ദ സർക്യൂട്ട് ഡയഗ്രാം. നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം പോലെ കണക്ഷൻ ചെയ്തു. പിന്നെ എന്താണ് സ്വിച്ച് ഓൺ ദ സപ്ലൈ ഓൺ ആക്കി ആൻഡ് നോട്ട് ദ വോൾട്ടിമീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഡിസ്കണക്ട് ദ സപ്ലൈ. പിന്നെ നാലാമത്തെ എന്താ സ്വിച്ച് ഓൺ ദ സപ്ലൈ ആഫ്റ്റർ എന്താണ് റിവേഴ്സിങ് ദ കണക്ഷൻ. നമ്മൾ നേരത്തെ കണക്ഷൻ ചെയ്ത് റിവേഴ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് സപ്ലൈ ഓൺ ആക്കിയത്. റിവേഴ്സ് ചെയ്ത് സപ്ലൈ ഓൺ ആക്കി ആ ടൈമിലുള്ള ഏത് റിവേഴ്സ് മെയിൻ വൈൻഡിങ് ആണ് റിവേഴ്സ് ചെയ്യുന്നത്. റിവേഴ്സ് ചെയ്ത് സപ്ലൈ ഓൺ ആക്കി ആ ടൈമിലുള്ള വോൾട്ടിമീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും നോക്കി. പിന്നെ എന്ത് ചെയ്ത് നമ്മളെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നോക്കി. ലാസ്റ്റ് നമ്മൾ എന്താണ് ഡിസ്കണക്ട് സപ്ലൈ ആൻഡ് ഡിസ്കണക്ട് എക്യുപ്മെൻറ്റ് ഒക്കെ ഇത്രയാണ് നമ്മളെ വർക്ക് വരുന്നത്. റിസൾട്ടായിട്ട് എന്ത് നമ്മളെ എയിം എന്ത് ചെയ്യുക റിസൾട്ടാക്കി ചെയ്ത എയിം എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ടാക്കി ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഐഡൻറ്റിഫൈ ദ ടെർമിനൽ ആൻഡ് റൺ ദ ഇൻഡക്ഷൻ മോട്ടർ ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ ആക്കി എയിം ചെയ്ത. ജസ്റ്റ് എന്തൊന്നുമില്ല എയിം പറഞ്ഞാൽ റിസൾട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഐഡൻറ്റിഫൈ ദ ടെർമിനൽസ് ആൻഡ് റൺ ദ ഇൻഡക്ഷൻ മോട്ടർ ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക്. ജസ്റ്റ് ഇതൊരു സ്റ്റഡി ആയിട്ടാണ് ഈ വർക്ക് ഉള്ളത് കേട്ടോ.